അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. സ്വിൽ ബിമ യുനാസിബു. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് നമുക്ക് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തത്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹിബ്ബുൽ ജവാമിഅ മിനദ് ദുആഇ ഡാഷ്. അപ്പോൾ അവിടെ ഏതാണ് വരിക? ഉരിസത്ത് ലഹു നഖ്ലതൻ ഫിൽ ജന്ന എന്നുള്ളതാണോ, മിനൽ അഖ്ലാഖിൽ ഹമീദത്തി എന്നുള്ളതാണോ, താബല്ലാഹു അലൈഹി എന്നുള്ളതാണോ, വ യദഉ മാ സിവാ ദാലിക എന്നുള്ളതാണോ, പിന്നെ ലിൽ ഹമ്മി വൽ കസ്ലി മിസിലൽ ഹയ്യി വൽ മയ്യിത്തി. അപ്പൊ ഏതാണ് അവിടെ വരേണ്ടത്? വ യദഉ മാ സിവ ദാലിക എന്നുള്ളതാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹിബ്ബുൽ ജവാമിഅ മിനദ് ദുആഇ വ യദഉ മാ സിവ ദാലിക. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആകളിൽ നിന്ന് എല്ലാം ഒരുമിച്ച് കൂടിയതിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. മറ്റുള്ളതിനെയെല്ലാം ഒഴിവാക്കിയിരുന്നു. അതാണ് വ യദഉ മാ സിവാ ദാലിക എന്നുള്ളതിന്റെ അർത്ഥം. എന്താണ്? മറ്റുള്ളതിനെയെല്ലാം ഒഴിവാക്കിയിരുന്നു എന്നുള്ളത്. രണ്ടാമത്തത്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു ഡാഷ്. അപ്പൊ അവിടെ വേണ്ടത് ഏതാണ്? മിസ്ലൽ ഹയ്യി വൽ മയ്യിത്തി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വരിക? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു, റബ്ബിനെ ഓർക്കുന്നതിന്റെയും പിന്നെ വല്ലദീ ലാ യദ്കുറു, റബ്ബിനെ ഓർക്കാതിരിക്കലും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബ്ബിനെ ഓർക്കുന്നതിന്റെയും ഓർക്കാതിരിക്കുന്നതിന്റെയും ഉദാഹരണം. മസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാഹരണം. അതേതുപോലെയാണ്? അതാണ് അവിടെ ആ ബോക്സിലുള്ളത്. മിസ്ലുൽ ഹയ്യി വൽ മയ്യിത്തി. അതിന്റെ അർത്ഥം ജീവനുള്ളവനെയും മരിച്ചവനെയും പോലെയാണ്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്നവന്റെയും ഓർക്കാത്തവന്റെയും ഉദാഹരണം മരിച്ചവന്റെയും ജീവിച്ചിരിക്കുന്നവന്റെയും പോലെയാണ്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്നവൻ ജീവനുള്ളവനാണ്, അള്ളാഹുവിനെ ഓർക്കാത്തവൻ മരിച്ചവനെ പോലെയാണ്. അതാണ് അവിടെ വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ യോജിച്ചത് ആ ബോക്സിൽ നിന്നും എടുത്ത് എഴുതാനുള്ളത് ഏതാണ്? മിസ്ലുൽ ഹയ്യി വൽ മയ്യിത്തി എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല, ഒരുത്തൻ പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി ബിഹംദി. അപ്പൊ സുബ്ഹാനല്ലാഹി ബിഹംദി എന്നുള്ളത് ദിക്ർ ഒരുത്തൻ ചൊല്ലിയാൽ എന്താണ്? അപ്പൊ മൂന്നാമത്തതിനോട് ചോദിച്ചത് ഏതാണ്? ഉരിസത്ത് ലഹു നഖലത്തുൻ ഫിൽ ജന്നത്തി. എന്താണ്? അതാണ് അവിടെ മൂന്നാമത്തതിനോട് യോജിച്ചത് ആ ബോക്സിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. അതിന്റെ അർത്ഥം അവൻ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നട്ടിരിക്കുന്നു. ഉരിസത്ത് ലഹു നഖലത്തുൻ ഫിൽ ജന്നത്തി എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നട്ടിരിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. നാലാമത്തത്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബ്ല അൻ തത്ലുഖ ശംസു മിനൽ മഗ്രിബിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ താബ, ഒരുത്തൻ തൗബ ചെയ്താൽ, ഖബ്ല അൻ തത്ലുഖ ശംസ മിൻ മഗ്രിബിഹ, പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ഒരാൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ, താബല്ലാഹു അലൈഹി, നാലാമത്തത് എന്താണ്? താബല്ലാഹു അലൈഹി, അല്ലാഹു തആല അവന്റെ തൗബ സ്വീകരിക്കും. ഇനി അഞ്ചാമത്തതാണ് അത്തഫാഉലു എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? മിനൽ അഖ്ലാഖിൽ ഹമീദത്തി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മിനൽ അഖ്ലാഖിൽ ഹമീദത്തി എന്നുള്ളത് എഴുതി കൊടുക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ശുഭാപ്തി സ്തുതിക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നുള്ളതാണ്. അപ്പോൾ സ്തുതിക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് മിനൽ അഖ്ലാഖിൽ ഹമീദത്തി എന്നുള്ളതിന്റെ അർത്ഥം. അതാണ് അവിടെ എടുത്ത് എഴുതാനുള്ളത്. ഇനി അവസാനത്തത്, അൽ യഅ്സു വത്തശാഉമു ഹുമാ ജാലിബാനി. എന്താണ്? നിരാശയും അപലക്ഷണവും വലിച്ചു വരുത്തുന്നു. എന്താണ് വലിച്ചു വരുത്തുന്നത്? അതാണ് അവിടെ എഴുതാനുള്ളത്. ലിൽ ഹമ്മി വൽ കസ്ലി, മുഷിപ്പും മടിയും. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഉക്തുബുൽ ളിദ്ദ എന്നുള്ളതാണ്. വിപരീത പദം എഴുതുക. അപ്പം ഒന്നാമത്തത് ഹുസ്നുൽ ഖാത്തിമത്തി. അപ്പൊ ഹുസ്നുൽ ഖാത്തിമത്തി എന്നുള്ളതിന്റെ വിപരീത പദം ഏതാണ്? സൂഉൽ ഖാത്തിമത്തി. അപ്പൊ ഹുസ്നുൽ ഖാത്തിമത്തി എന്നുള്ളതിന്റെ അർത്ഥം നല്ല അന്ത്യം. സൂഉൽ ഖാത്തിമത്തി എന്ന് പറഞ്ഞാൽ ചീത്ത അന്ത്യം.
രണ്ടാമത്തേത് ഹുസുറുൻ. ഹുസുറുൻ എന്നുള്ളതിന്റെ അർത്ഥം പരാജയം എന്നുള്ളതാണ്. ഫൗസു എന്ന് പറഞ്ഞാൽ വിജയം. മൂന്നാമത്തത് അൽ മഹാസ്വി. മഹാസ്വി എന്ന് പറഞ്ഞാൽ ചീത്തകർമ്മം. അമലു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം. ഇനി നാലാമത്തത് സൂഉൻ എന്ന് പറഞ്ഞാൽ ചീത്ത. ഹുസ്ന എന്ന് പറഞ്ഞാൽ നല്ലത്. പിന്നെ ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി. കുഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവ നിഷേധം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം അവിടെ ഓരോന്നിന്റെയും വിപരീതം എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം തമ്മീം എന്നുള്ളതാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ആഖിറു കലാമി ഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഒരുത്തന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയാൽ ദഖലൽ ജന്നത്തി. അപ്പൊ അവിടെ ദഖലൽ ജന്നത്തി എന്നുള്ളതാണ്, അവരെന്താണ്? സ്വർഗത്തിൽ പ്രവേശിച്ചു. രണ്ടാമത്തെ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ. എന്താണ് പറഞ്ഞത്? വലാ യമൂത്തുന്ന, നിങ്ങൾ മരിക്കരുത്. അഹദുക്കും, നിങ്ങളിൽ ആരും, ഇല്ലാ ഹുവ, നിങ്ങളിൽ ആരും തന്നെ എന്താക്കരുത്? മരിക്കരുത്. ഇല്ലാ ഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ടുള്ള ഭാവന നന്നാക്കിയിട്ടല്ലാതെ നിങ്ങൾ ഒരാളും തന്നെ എന്താക്കരുത്? മരിക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പൊ അവിടെ യുഹ്സിനു ളന്ന ബില്ലാഹി എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തത് വ അഊദു ബിക മിൻ അലബത്തി ദൈനി വ ഖഹരി റിജാൽ. അപ്പൊ അവിടെ വ ഖഹരി റിജാൽ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വ അഊദു ബിക, ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിൻ അലബത്തി ദൈനി, കടത്തിൽ നിന്നും, പിന്നെ എന്തിൽ നിന്ന്? വ ഖഹരി റിജാൽ, മറ്റുള്ളവരുടെ ആധിപത്യത്തിൽ നിന്നും. അപ്പൊ അവിടെ ഖഹരി റിജാൽ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തത് അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന. അതാണ് അവിടെ വൽ അഫാഫ വൽ ഗിന എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, നിന്നോട് ഞാൻ സന്മാർഗത്തെയും ഭയഭക്തിയെയും പവിത്രതയെയും ഐശ്വര്യത്തെയും ചോദിക്കുന്നു. ഇനി അഞ്ചാമത്തത് വ ദിക്റുൽ മൗതി യുസഹിദുന ഫിദ് ദുനിയ വയുറഗിബുന ഫിൽ ആഖിറ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മരണത്തെ ഓർക്കൽ നമ്മെ ദുനിയാവിനോടുള്ള വിരക്തി ഉണ്ടാക്കും. അപ്പൊ ദുനിയാവിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, ആഖിറത്തിനോടുള്ള ആഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ മരണത്തെ ഓർക്കൽ ദുനിയാവിനോടുള്ള ആഗ്രഹത്തെ കുറയ്ക്കും, പിന്നെ ആഖിറത്തിനോടുള്ള ആഗ്രഹത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതാണ് അവിടെ ഇതാണുള്ളത്. എന്താണ്? യുറഗിബുന ഫിൽ ആഖിറത്തി എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പ്രവർത്തനം ബയ്യിൻ എന്നുള്ളതാണ്. ഹാലൽ മുനാഫിഖി ഫിൽ ഖബർ. എന്താണ്? ഖബറിൽ മുനാഫിക്കിന്റെ അവസ്ഥ എന്താണ്? അൽ അർളു തൽതഇമു അലൈഹി ഫതഖ്തലിഫു അദ്ലാഉഹു ഫലാ യസാലു ഫീഹാ മുഅദ്ദിബൻ ഹത്താ യബ്അസഹു അല്ലാഹു മിൻ മദ്ജഇഹി ദാലിക. എന്താണ് അർത്ഥം? ഖബർ അവന്റെ മേൽ കൂടിച്ചേരും, അവന്റെ വാരിയലുകൾ കോർക്കപ്പെടും, അള്ളാഹു അവന്റെ കിടത്തത്തിൽ നിന്ന് ജനിപ്പിക്കുന്നത് വരെ അവനെ ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതാണ് മുനാഫിക്കിന്റെ ഖബറിലെ അവസ്ഥ. രണ്ടാമത്തെ ചോദ്യം ഹാലുൽ മുഅ്മിനു ഫിൽ ഖബർ. ഖബറിൽ മുഅ്മിനിന്റെ അവസ്ഥ എന്താണ്? യുഫ്സഹു ലഹു ഫി ഖബരിഹി 70 ദിറാഅൻ ഫി 70 തുമ്മ യുനവ്വിറു ലഹു ഫീഹി. എന്താണ് അതിന്റെ അർത്ഥം? ഖബറിൽ അവന് 70 മുഴവും വിശാലത ആക്കപ്പെടും, അവന്റെ ഖബർ പ്രകാശിപ്പിക്കപ്പെടും. അതാണ് മുഅ്മിനിന്റെ അവസ്ഥ. ഇനി അഞ്ചാമത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹി ലിമൻ. എന്താണ് ചോദ്യം? നിന്റെ നാവ് സദാസമയവും അള്ളാഹുവിന്റെ ദിക്റിനാൽ നനഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഉത്തരം ലി റജുലിൻ ഖാല യാ റസൂലല്ലാഹ് ഇൻ ശറാഇഉൽ ഇസ്ലാമി ഖദ് കസുറത അലയ്യ ഫഖ്ബർനി ബിശൈഇൻ ഇത്ശബ്ബതു ബിഹി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ റസൂലെ, ഇസ്ലാമിന്റെ മതനിയമങ്ങൾ എൻ്റെ മേൽ അധികമായിരിക്കുന്നു, അതുകൊണ്ട് ഒരു കാര്യം തങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, ഞാൻ അതുകൊണ്ട് ബന്ധപ്പെടും. അപ്പൊ എന്ന് പറഞ്ഞ ആളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞത്? ഈ ഒരു നാവിനെ നീ എന്താക്കുക, ദിക്ർ കൊണ്ട് നനയ്ക്കുക എന്ന് പറഞ്ഞു കൊടുത്തത്.
അപ്പോൾ ചോദ്യം ഒന്നുകൂടെ നോക്കാം. എന്തായിരുന്നു ചോദ്യം? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി ലിമൻ. നിന്റെ നാവ് സദാസമയം അള്ളാഹുവിന്റെ ദിക്റിലായി നനഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആളാണ് നമ്മൾ താഴെ ഉത്തരം പറഞ്ഞ ആള്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. മാതാ യഖൂലു മുൽഹിദു. മുൽഹിദിനോട് എന്താണ് പറഞ്ഞത്? എന്തായിരുന്നു? ലാ ഖാലിഖു വ കുല്ലു ഷൈഇൻ യതകവ്വനു തബഇയ്യ. അതാണ് അതിന്റെ രണ്ടാമത്തതിന് ഉത്തരമായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തത് മനിൽ അഹഖു ബിറഹ്മത്തിന. നാം കരുണ കാണിക്കാൻ ഏറ്റവും അർഹതയായവർ ആരെല്ലാം? അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് ആരോടാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? അൽ ആബാഉ വൽ ഉമ്മഹാത്തു വൽ അസുവാജു വൽ ഔലാദു വൽ അഖ്രിബാഉ വൽ ജീറാനു. ഉമ്മയോടും ഉപ്പയോടും, പിന്നെന്താണ്? ഭാര്യയോടും കുട്ടികളോടും, പിന്നെന്താണ്? കുടുംബക്കാരോടും, വൽ ജീറാനു അയൽവാസികളോടും. നാലാമത്തെ അൽ അക്സറു മാ യുദ്ഖിലു നാസൽ ജന്നത മാ ഹുവ. എന്താണ്? ജനങ്ങളിൽ അധിക പേരും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? തഖ്വ അല്ലാഹു വ ഹുസ്നുൽ ഖുൽഖി. അള്ളാഹുവിനോടുള്ള തഖ്വയും സൽ സ്വഭാവവും കാരണമാണ്. ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തത് സിദ്ഖുൽ ഖൗലി മാ ഹുവ. എന്താണ് വാക്കിലെ സത്യസന്ധത? ഉത്തരം ഹുവ അൻ യഹ്ഫദൽ അബ്ദു ലിസാനഹു മിനൽ കദിബി. അത് ഒരു അടിമ കളവിൽ നിന്ന് തന്റെ നാവിനെ കാത്ത് സൂക്ഷിക്കലാണ്. ഇനി അടുത്തത് കമ്മിൽ എന്നുള്ളതാണ്. യഗ്ദിലു ബൈന ഔലാദിക്കും ഫിന്നുഹ്ലി. അപ്പൊ അവിടെ ഔലാദിക്കും എന്നുള്ളതാണ് എഴുതാനുള്ളത്. രണ്ടാമത്തതോ ഖാല ഹസനു റളിയല്ലാഹു അൻഹു അൻ നിഫാഖുൽ അസ്അറു വസീലത്തുൻ ഇല നിഫാഖിൽ അക്ബർ. അപ്പൊ വസീലത്തുൻ എന്നുള്ളതാണ് രണ്ടാമത്തേത് എഴുതാനുള്ളത്. മൂന്നാമത്തത് ഇദാ തവവ്വ അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം കാദു ഡാഷ് അല വളൂഇഹി. അപ്പൊ അവിടെ യഖ്തതിലൂന എന്നുള്ളതാണ് എഴുതാനുള്ളത്. നാലാമത്തത് അൽ കറാമത്തു അംറുൻ ഖാരിഖുൻ ലിൽ ആദത്തി യദ്ഹറു അലാ യദിൽ വലി. അപ്പൊ അവിടെ ഖാരിഖുൻ എന്നുള്ളത് എഴുതുക. ഇനി ഉക്തുബിൽ ഇസ്നൈനി, രണ്ടെണ്ണം വീതം എഴുതാനാണ്. ഷുറൂത്തു തൗബ, തൗബയുടെ ഷർത്തുകൾ രണ്ടെണ്ണം അവിടെ എഴുതി കൊടുക്കുക. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഐ യുഖ്ലിഅ അനിൽ മഅസിയത്തി. എന്താണ് അതിന്റെ അർത്ഥം? തെറ്റിനെ തൊട്ട് പൂർണ്ണമായും ഒഴിവാവൽ. അടുത്തത് ഐ യന്തമ അലാ ഫിഅലിഹ, തെറ്റ് ചെയ്യുന്നതിന്റെ മേൽ ഖേദിക്കൽ. ഐ യഗ്സിമ അൻ ലാ യഊദ അലൈഹ അബദൻ, ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങില്ലെന്ന് ഉറപ്പിക്കൽ. രണ്ടാമത്തെ ചോദ്യം ഉമൂറു മിൻ അസ്ബാബി സൂഇൽ ഖാതമി. അപ്പോ ഏതൊക്കെയാണ് കാരണങ്ങൾ? സൂഉൽ ഖാതമി, ഉമൂറും മിൻ അസ്ബാബി സൂഇൽ ഖാതിമത്തി. ഏതൊക്കെയാണ്? ഒന്ന്, ചീത്ത വിശ്വാസം, അതിനാണ് ഫസാദുൽ ഇഅ്തിഖാദ് എന്ന് പറയുക. അടുത്തതോ സൂഉൽ ഖാതിമ എന്ന് പറഞ്ഞാൽ അറിയാലോ, അന്ത്യം മോശമാവൽ. അത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അന്ത്യം മോശം ആവുള്ള കാരണങ്ങളിൽ നിന്നുള്ള കാരണങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസാദുൽ ഇഅ്തിഖാദി, ചീത്ത വിശ്വാസം. രണ്ടാമത്തത് വൽ ഉദൂലു അനിൽ ഇസ്തിഖാമത്തി, സന്മാർഗത്തോടുള്ള വ്യതിചലിക്കൽ, സന്മാർഗത്തെ തൊട്ട് വ്യതിചലിക്കൽ. അതാണ് വൽ ഉദൂലു അനിൽ ഇസ്തിഖാമത്തി എന്നുള്ളതിന്റെ അർത്ഥം. ഇനി അടുത്തത് ഇസ്റാറു അലൽ മആസി, ദോഷങ്ങളിൽ ഉറച്ചു നിൽക്കൽ. ഇതൊക്കെയാണ് ഉമൂറു മിൻ അസ്ബാബി സൂഇൽ ഖാതിമത്തി, അന്ത്യം മോശമാവാൻ ഉള്ള കാരണങ്ങളിൽപ്പെട്ടത്. ഇനി അടുത്തത് ഏഴാമത്തെ പ്രവർത്തനം തർജിമു എന്നുള്ളതാണ്. എട്ടാമത്തെ പ്രവർത്തനം തർജിമു എന്നുള്ളതാണ്. അബൂഉ ലക ബിനിഅമതിക അലയ്യ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കൊണ്ട് നിന്നോട് ഞാൻ ഏറ്റു പറയുന്നു. ദുആ നിർത്തുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.